പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഷവോമി റോബോട്ട് വാക്വം മോപ്പ് 2 പ്രോയുടെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ഫങ്ഷൻസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഇതിൻ്റെ ചാർജിങ് ഡക്ക് പ്ലഗ് വഴി നമ്മൾ കണക്ട് ചെയ്യുന്നു. ഈ ചാർജിങ് ഡക്കിലേക്ക് നമ്മൾ ചാർജിങ് പോയിൻ്റ് കണക്ട് ചെയ്ത് വെച്ചാലാണത് ചാർജ് ആവത്തുള്ളൂ. ഈ ഏരിയ കാണാം. ഈ ഏരിയ അതിലേക്ക് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ചാർജ് ആവത്തുള്ളൂ. ഇനി 2 സ്വിച്ചുകളാണുള്ളത്. ഒന്ന് ഇത് ഓണാക്കുന്നതിനും പോസ് ചെയ്യുന്നതിനും മറ്റുമുള്ളതും, 2 ചാർജിങ് ഡക്കിലേക്ക് അതിനെ ഡയറക്റ്റ് ചെയ്യുന്നതിനുള്ള സ്വിച്ചുമാണ്. ചാർജിങ് ഡക്കിലേക്ക് അതെത്തി ചാർജ് പോയിന്റിലേക്ക് കണക്റ്റ് ആവുന്നത് നമുക്ക് കാണാം. ഇത് ഓൺ ഓഫ് സ്വിച്ചും ഇത് ചാർജിങ് ഡക്കിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുമാണ്. ഇവിടെ പ്രസ് ചെയ്ത് നമ്മൾ ഇതിപ്പോൾ ഓഫ് ചെയ്യാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ടോപ്പ് കവർ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡസ്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏരിയ അത് നമ്മൾ എടുക്കുന്നതാണ് കാണുന്നത്. അത് ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വിരൽ വെച്ച് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് കളക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഈ ഡസ്റ്റെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഈ ലേബൽ കാണുന്നതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ തരത്തിൽ താഴത്തേക്കും പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം. അതിൽ ഡസ്റ്റെല്ലാം പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു ബ്രഷ് ഉണ്ട്. അതുപയോഗിച്ച് നമുക്കതിൻ്റെ ഇന്നർ സൈഡും ഒക്കെ ഫിൽറ്ററിൻ്റെ സൈഡും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കാം. ഇത്തരത്തിൽ ഇടയ്ക്ക് നമ്മളിത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. മിക്കവാറും കേസുകളിലെ എല്ലാ പ്രാവശ്യവും തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നന്നാവുക. തുടർന്നത് ക്ലോസ് ചെയ്യുന്നു. നമുക്കിത് ആദ്യത്തെ പോലെ മോഡി ഓപ്പൺ ചെയ്ത് മെഷീനിലേക്ക് തന്നെ കണക്ട് ചെയ്യാം. ഒരു ഫിൽറ്റർ കാണാം. അത് നോക്കി നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കണക്ട് ചെയ്യാം. നമുക്ക് കൺഫ്യൂഷനൊന്നും വരത്തില്ല. ടോപ്പ് കവർ അടച്ചു. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ശ്രദ്ധിച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതും അതുപോലെ തുടയ്ക്കുന്ന ഭാഗമെല്ലാം ഇവിടെയാണ് കാണുന്നത്. ഇവിടെ 2 സ്വിച്ച് 2 സൈഡിലുണ്ട്. അത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് ഊരിയെടുക്കാം. അതോടൊപ്പം ഈ മെഷീനിൽ തന്നെ ഒരു പ്രോബ്ലം കാണുന്നത് ഈ മുടി മറ്റ് നാരുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങി വരുന്നത് കാണാം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ കളക്ട് ചെയ്ത ഈ ഏരിയ ഊരിയെടുത്ത ഈ ഏരിയയിൽ നിന്ന് നമുക്കത് തുടയ്ക്കുന്ന ആ ഭാഗം നമ്മളത് റിമൂവ് ചെയ്യാവുന്നതാണ്. അത് 2 എണ്ണം ഉണ്ടാകും. നമുക്ക് ഒരെണ്ണം വാഷ് ചെയ്തിട്ടിട്ട് അടുത്തത് വെച്ച് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഈ ഭാഗത്താണ് വെള്ളം ഒഴിക്കുന്നത്. നമുക്ക് തുടയ്ക്കേണ്ടത്
വെള്ളമൊഴിച്ച് തുറക്കേണ്ടതുണ്ടെങ്കിൽ ഇതിലൂടെ വെള്ളം നിറച്ച് കൊടുക്കുക. വെള്ളം നിറച്ച് നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആപ്പുണ്ട്, അതിലൂടെ കണക്ട് ചെയ്യാതെയാണെങ്കിലും നമുക്ക് ഇത് ഈ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുടച്ചോളും. ഈ സാധനം ഊരി വയ്ക്കുകയാണെങ്കിൽ അത് വാക്വം മാത്രം ചെയ്ത് വർക്ക് ചെയ്തോളും. ആപ്പില്ലാതെയും നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ വെള്ളം നിറച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ മറുവശം അവിടെ ഒരു ആരോ കാണാം. നമ്മൾ പുതിയതായിട്ടുള്ള ഈ തുടയ്ക്കുന്നതിനുള്ള ഈ ഷീറ്റ് കണക്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വൃത്തിയാക്കിയതിന് ശേഷം കണക്ട് ചെയ്യുന്നതിന് ഈ തരത്തിൽ ഇത് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിലൂടെയാണ് കയറ്റി വിടാൻ കഴിയുള്ളൂ. അവിടെ നമുക്കൊരു ആരോ മാർക്ക് കാണാം. പിന്നെ അതിൻ്റെ സൈഡിലൂടെ ഒട്ടിക്കാനുള്ള സംവിധാനമുണ്ട്. അത്തരത്തിൽ അതിനെ ഒട്ടിച്ചു കൊടുക്കുക. തുടർന്ന് മെഷീനിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ മെഷീനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. നമുക്ക് സെറ്റായി എന്ന് ഉറപ്പിക്കാം. ഈ വീലിൻ്റെ ഭാഗത്തൊക്കെ ഈ മുടിയൊക്കെ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഇടയ്ക്കെടുത്ത് വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നിടത്ത് യാതൊരു ലിക്വിഡും അപ്ലൈ ചെയ്യരുത്. അതുപോലെ നമ്മൾ ഡിറ്റർജൻ്റ് ഒന്നും ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് അതിൻ്റെ ഒരു ആപ്പ്. ഈ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഡിവൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നെല്ലാം നമുക്കിത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആഡ് ഡിവൈസ് എന്നതിലൂടെ നമ്മുടെ ഈ ഡിവൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന ഡിവൈസാണ് ഇപ്പോൾ കാണുന്നത്. ഡിവൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വാക്വം ചെയ്യേണ്ടത്, നമ്മുടെ മെഷീൻ ഉപയോഗിക്കേണ്ട ഏരിയ നമ്മൾ മാപ്പ് ചെയ്യാനായിട്ട് വിടുന്നു. അത് തന്നെ മെഷീൻ തന്നെ പോയി മാപ്പ് ചെയ്ത് വന്നോളും. മാപ്പ് ചെയ്ത് വന്ന് ഒരു മാപ്പ് തയ്യാറാക്കും. ഈ മാപ്പ് അനുസരിച്ച് അത് പ്രവർത്തിക്കും. നമുക്കത് കസ്റ്റം ക്ലീനിങ്ങിനൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ 2 പ്രാവശ്യം വാക്വം ചെയ്യുകയോ 2 പ്രാവശ്യം അതിൻ്റെ വർക്ക് അങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കുവാനും വെള്ളത്തിൻ്റെ അളവ് മുതൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ നമുക്കതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ചില റൂമുകൾ തന്നെയായിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റം ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നെറ്റുമായി കണക്ട് ചെയ്ത് നമുക്കത് ഈ ആപ്പ് വഴി ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. നന്ദി, നമസ്കാരം.